ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് കുറച്ച് ഒരു 10-15 ലിപ് ബാമിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ലിപ് ബാമിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ ഒപ്പം ഒന്ന് പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. ഇതിപ്പോൾ ഒരു കുറച്ച് കോളേജ് സ്റ്റുഡൻസിനാണ് കേട്ടോ. അവർ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് കുറച്ച് പേര് എടുക്കണതാണിത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് ലിപ്പ് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു ലിപ് ബാം നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ടൊന്ന് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ്. എനിക്ക് ഓരോ ദിവസവും അതിൻ്റെ ഫീഡ്ബാക്കുകൾ ഇങ്ങനെ കസ്റ്റമർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാട്സപ്പ് വഴി. അത്രയ്ക്ക് റിസൾട്ടുള്ള അത്രയധികം റിസൾട്ടുള്ള നല്ലൊരു ലിപ് ബാമാണ് കേട്ടത്. അപ്പം ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അയച്ചു തരാം. അത്രയ്ക്ക് നമുക്ക് റിസൾട്ട് കിട്ടണ ഒരു ലിപ് ബാമാണ്. ചുണ്ടൊക്കെ നമ്മുടെ നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും ചുണ്ടിലുണ്ടാകുന്ന ടാനൊക്കെ മാറി നല്ല നാച്ചുറൽ കളറാവാനൊക്കെ അടിപൊളി ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടത്. അപ്പം ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കണതെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബി വാക്സ് ആണ് കേട്ടോ. ബി വാക്സ് അറിയാമല്ലോ എല്ലാവർക്കും. നമ്മുടെ തേനിൽ നിന്നും തേനിൻ്റെ ആ ഒരു മെഴുകാണ്. തേന് നമ്മൾ എടുത്തിട്ട് പിന്നെ കിട്ടണ ആ ഒരു മെഴുകാണ് ബി വാക്സ്. അത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി ബെനിഫിറ്റാണ്. അതൊക്കെ കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ ബി വാക്സ്, അതുപോലെ ആൽമണ്ട് ഓയിൽ, പിന്നെ ആൽമണ്ട് ബട്ടർ, പിന്നെ ബീട്രൂട്ട് ഓയിൽ, പിന്നെന്താ മാംഗോ ബട്ടർ, കാർണോബ വാക്സ്, ഷിയ ബട്ടർ, അങ്ങനെ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ ലിപ്പിനെ അത്ര സേഫാക്കി വെക്കണ നല്ല പ്രോഡക്റ്റുകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ലിപ് ബാം ഉണ്ടാക്കണേ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അത്രയ്ക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ കുറേ പേരൊക്കെ പറയണേക്കാം ഇതിൽ ഫുഡ് കളറാണ് ആഡ് ചെയ്യണതെന്ന്. ഒരിക്കലും ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ഒരു ലിപ് ബാം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് ഞാൻ ലിപ് ബാം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അധികമായില്ല. ഞാൻ ആദ്യമൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബൊക്കെ നോക്കി പഠിക്കാൻ നോക്കിയ ഒരാളാണ്. അപ്പം അന്നൊക്കെ ഞാൻ ഈ ലിപ് ബാം ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കളർ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒത്തിരി കളർ കിട്ടില്ല എന്ന് ഞാൻ പറയണില്ല, കിട്ടും. പക്ഷേ ഭയങ്കര ഒരു ഉപ്പിൻ്റെ ഒരു രസമായിരിക്കും അതിന്. ആ ഒരു നമ്മുടെ ചുണ്ടിലേക്ക് ഇടുമ്പോൾ നമ്മുടെ വായിലേക്കൊക്കെ ഒരു ഉപ്പ് രസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ലിപ്പിന് സേഫായിട്ടുള്ള പിഗ്മെൻ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാച്ചുറലായിട്ടുള്ള നമുക്ക് ലിപ്പിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്പ് സേഫ് പിഗ്മെൻറ്റ് 2-3 തരത്തിലുള്ളത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യണത്. ഇപ്പോൾ നമുക്കൊരു മെറൂൺ കളറ് ചേർത്ത് നമുക്ക് എല്ലാവരുടെയും സ്കിന്നിൻ്റെ കളർ വെച്ചിട്ട് ആ മെറൂൺ കളർ എല്ലാവർക്കും ചേരണമെന്നില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ കളർ കിട്ടാനായിട്ട് ഞാൻ 2-3 കളറ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യണത്. ലിപ്പിന് അത്രയധികം സേഫായിട്ടുള്ള പിഗ്മെൻ്റാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നൈറ്റൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ മാറി നല്ലൊരു സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറായിട്ട് നിൽക്കും കേട്ടോ. സ്കിന്നിന് നല്ലൊരു ഭംഗിയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഒന്ന് തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു ലിപ് ബാമാണ്. പിന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ബേസ് ഈ ലിപ് ബാം ബേസ് ഞാൻ അയച്ചുതരാം കേട്ടോ. ഇതിൽ ഈ ലിപ് ബാമിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡറല്ല ആഡ് ചെയ്യണത്. പൗഡർ ചേർക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും കേട്ടോ നമുക്ക്. ഞാനിതിൽ ബീട്രൂട്ട് ഓയിലാണ് ഞാൻ ചേർക്കണത്. അപ്പം എത്ര നാൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ ലിപ് ബാമൊക്കെ ഇതൊരു 8 ഗ്രാമിൻ്റെ ബോട്ടിലാണ്.
നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാം അല്ലേ, ഒത്തിരി നാൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പൗഡറൊക്കെ ആഡ് ചെയ്താൽ അതിൻ്റെ സ്റ്റെബിലിറ്റി എത്ര നാൾ കിട്ടും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതേസമയം നമ്മൾ ലിപ്പ് ഓയിലാണ് ചേർക്കണമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളറ്. അപ്പോൾ നമുക്ക് എത്ര കളർ വേണമെന്ന് അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കളർ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇനിയും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിലൊന്ന് നല്ലോണം ഡിപ്പ് ചെയ്യുക, നമുക്ക് തേക്കാം കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അത്രക്ക് നല്ല റിസൾട്ടുള്ള നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ഇഷ്ടം പോലെ മൂവിങ് ഉള്ളൊരു നല്ലൊരു ലിപ് ബാമാണ്. അപ്പം അത് നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടി എല്ലാവരും അറിഞ്ഞാലല്ലേ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അത് എല്ലാവരും അറിഞ്ഞാലല്ലേ അവർ എടുത്തു നോക്കിയാലാണല്ലോ നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ലിപ് ബാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അത്രയധികം റിസൾട്ട് ഉണ്ട് ലിപ്പിൻ്റെ പിഗ്മെൻറ്റ് മാറാനും, അതുപോലെ വരണ്ടിരിക്കുന്ന ലിപ്പൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നല്ലൊരു ചേഞ്ച് വരാൻ ഇത് നല്ലൊരു ലിപ് ബാമാണ്. അപ്പം ഇന്ന് രാവിലെ കൂടി എനിക്ക് ഇതിൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ലിപ് ബാം സൂപ്പറാണ് ഇത്താ, അടിപൊളിയാണ് ഇത്താ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ഇട്ടു. അതുപോലെ ഇന്നലെ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇട്ടവരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ് എനിക്ക് കിട്ടണുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഒരു വീഡിയോ ആക്കി. ഇപ്പം എനിക്ക് ഏതായാലും ഇതൊന്ന് കൊറിയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതൊന്ന് പാക്ക് ചെയ്യാൻ നേരം അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആക്കി ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ലിപ് ബാം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ലിപ്പൊക്കെ ആകെ ഡാമേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ലിപ്സ്റ്റിക്ക് ഇടേ വേണ്ട, ഈ ഒരു ലിപ് ബാം മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് സാധാരണ ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണ വീട്ടിൽ പോയാൽ ചില ആൾക്കാരൊന്നും വെള്ളം കുടിക്കൂല, എന്താ ലിപ്സ്റ്റിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് വെള്ളം കുടിക്കുക, എന്ത് കുടിക്കുക, നമ്മുടെ അകത്ത് പോയാലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് ഇത് തേച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ലിപ്പിന് നാച്ചുറൽ കളറാണ് കിട്ടണം. അത് എല്ലാ സ്കിൻ ടോൺ എന്നല്ല, അതെ, എല്ലാ സ്കിൻ ടോണുകാർക്കും ഒരേപോലെ നമുക്കത് ചേരണതാണ് കേട്ടോ സ്കിന്നിന്. നമ്മുടെ സ്കിന്നിൻ്റെ കളറ് അനുസരിച്ചാണ് ഓരോരുത്തർ ലിപ്പിൻ്റെ കളറ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതൊരു നാച്ചുറൽ കളറായതുകൊണ്ട് ഏത് ടോണുകാർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല നാച്ചുറലായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ഗ്രീസി ആയിട്ടൊന്നും ഇരിക്കില്ല. ചില ലിപ് ബാമൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഇങ്ങനെ എന്തോ നമ്മുടെ ചുണ്ടിൽ നമ്മൾ എന്തോ തേച്ച് വെച്ച പോലൊരു ഫീല്, എന്തോ ഒരു വെയിറ്റ് ഫീൽ ചെയ്യണ പോലൊരു ഇതുണ്ട്. ഈ ഒരു മെഴുക് ഇങ്ങനെ നമ്മുടെ ചുണ്ടിലിരിക്കണ ഒരു ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവില്ല. ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഇരിക്കും കേട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ലിപ് ബാം ആവശ്യമുള്ളവർക്ക് എത്രയും വേഗം ഒന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ തരാം. അതുപോലെ ഇനി ലിപ് ബാം സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ ലിപ് ബാം ബേസും അതുപോലെ ബീട്രൂട്ട് ഓയിൽ ഇതിൽ ചേർക്കാനുള്ള ഒരു സ്മെല്ലും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കോഫിയുടെ ആണോ, അത് ഇനി ചോക്ലേറ്റിൻ്റെ, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ, അങ്ങനെ എന്താണെങ്കിലും അതും പറഞ്ഞാൽ അത് ഞാൻ അയച്ചുതരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലിപ് ബാം വേണ്ടവർക്ക് ഇനി സ്മെല്ല് വേണ്ട, ഇനിയിപ്പോൾ ലിപ് ബാമിൽ സ്മെല്ലൊന്നും വേണ്ടാന്ന് ഉള്ളവരാണെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക്സ്. ഓക്കേ.